പ്രണയപല്ലവി ഭാഗം 36. പവി വീട്ടിലെത്തുമ്പോൾ വൈകുന്നേരം 4 കഴിഞ്ഞിരുന്നു. അവൻ മുറിയിലേക്ക് ചെന്ന് അവൻ ആ വേഷം വേഗം മാറ്റി ഒന്ന് കുളിച്ചു വന്നു. അപ്പോൾ തന്നെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ആയുഷ് ആയിരുന്നു. ഹായ് ഏട്ടാ, ഞാൻ ദേ എത്തി, ഒരു 10 മിനിറ്റ് ഇപ്പൊ വരാം. ഹലോ പോലും വെക്കാതെ പെട്ടെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. ആയുഷ് പറയുന്നത് കേൾക്കാൻ പോലും നിൽക്കാതെയാണ് അവൻ കോൾ കട്ടാക്കിയത്. പിന്നെ പല്ലവിയുടെ നമ്പറിലേക്ക് ഇവിടെ എത്തിയെന്നും പറഞ്ഞ് ഒരു മെസ്സേജ് അയച്ചിട്ടു. വേഗം വസ്ത്രം മാറി ഫയലുകളെല്ലാം ഇല്ലേയെന്നും നോക്കി അവൻ ലാപ്ടോപ്പ് അടങ്ങുന്ന ബാഗും എടുത്ത് വേഗത്തിൽ പുറത്തേക്ക് നടന്നു. പടികൾ ഓടിയിറങ്ങുമ്പോഴാണ് ആയുഷ് ഉമ്മർത്ത് നിന്നും വേഗത്തിൽ വരുന്നത്. ഏട്ടനെന്ത് ഇവിടെ? ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞില്ലേ? പെട്ടെന്ന് ആയുഷിനെ അവിടെ കണ്ടപ്പോൾ അവന്റെ അടുത്തേക്ക് വേഗം നടന്നെത്തിക്കൊണ്ടാണ് പവി അത് ചോദിച്ചത്. പക്ഷേ ആയുഷ് ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുകയായിരുന്നു. ഏട്ടാ, എന്താ പ്രശ്നം? ഏട്ടനിപ്പോ ഇങ്ങോട്ട് വന്നാ അവിടെ ആരാ? നടക്ക്, നമുക്ക് വേഗം പോകാം. പവി അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് മുന്നോട്ട് കാലടി എടുത്തു വെച്ചതും ആയുഷ് നിന്നിടത്തു നിന്നും അനങ്ങിയില്ല. അവിടേക്ക് ഇനി പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല പവി. പവി ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി. അതെന്താ? പവി മനസ്സിലാകാതെ അവനെ നോക്കി. ആയുഷിന് വല്ലാത്ത ഭയം തോന്നി. ഇനി ഇതേ ചൊല്ലി എന്തൊക്കെ ബഹളങ്ങളാണ് ഉണ്ടാവുന്നത് എന്നോർത്ത്. നമ്മുടെ ക്ലയൻസ് അവർ പോയി. നമ്മളുമായി ഒരു പ്രോജക്റ്റ് വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. പവി പെട്ടെന്ന് അവനെ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. എന്ത്? ഏട്ടൻ എന്തൊക്കെയാ പറയുന്നത്? പവിയുടെ വാക്കുകളിൽ ഞെട്ടലും ഒപ്പം ദേഷ്യവും കലർന്നിരുന്നു. ആയുഷ് അവനിൽ നിന്നും തല താഴ്ത്തി പിടിച്ചു. അപ്പോഴേക്കും എല്ലാവരും അവർക്ക് ചുറ്റും വന്നു നിന്നു. അവിടെ വന്നു നിന്ന ഭദ്രയുടെ ചുണ്ടിൽ ഒരു പുച്ഛമുണ്ടായിരുന്നു. എന്താ മക്കളെ, എന്താ പറ്റിയത്? കൃഷ്ണൻ ചോദിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതും പവി അദ്ദേഹത്തെ കൈകൾ ഉയർത്തി തടഞ്ഞു. എങ്ങനെ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്? പവിയുടെ ശബ്ദം അത്രയും ഗൗരവം നിറഞ്ഞതായിരുന്നു. എനിക്കറിയില്ല പവി, എന്താ സംഭവിച്ചതെന്ന്. പക്ഷേ ഒന്ന് മാത്രം അറിയാം, ആരോ അവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ആയുഷ് ശബ്ദമുയർത്തി അവനെ നോക്കി പറഞ്ഞു. അവസാനം പറയുമ്പോൾ അവന്റെ കണ്ണുകൾ ഭദ്രയുടെ നേർക്ക് നീണ്ടത് പവി കൃത്യമായി കാണുകയും ചെയ്തു. അത് മനസ്സിലാക്കി ആയുഷ് അവന്റെ കയ്യിൽ പിടിച്ചതും പവി അത് തട്ടിയെറിഞ്ഞ് ഭദ്രയുടെ അടുത്തേക്ക് പാഞ്ഞിരുന്നു. എല്ലാവരും പവിയുടെ അപ്പോഴത്തെ ഭാവം കണ്ട് ഒന്ന് ഭയന്നിരുന്നു. അവൻ ഭദ്രയുടെ മുന്നിൽ വന്നു നിന്നതും അവന്റെ ഭാവം കണ്ടതും അവളും ഒരടി പിന്നിലേക്ക് വെച്ചു. മകന് എന്റെ പല്ലവിയെ തരില്ല എന്ന് പറഞ്ഞതിനാണോ ഇത് ചെയ്തു കൂട്ടിയത്? പവിയുടെ തുറന്നുള്ള ചോദ്യത്തിന് മുന്നിൽ എല്ലാവരും പകച്ചുകൊണ്ട് ഭദ്രയെ നോക്കി. ഭദ്രേ! മുത്തച്ഛൻ വിളിച്ചതും ഭദ്ര ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. പക്ഷേ അതിനും മറയായി പവി അവർക്ക് മുന്നിലേക്ക് കയറി നിന്നിരുന്നു. ഞാൻ ചോദിച്ചതിന് നിങ്ങൾ മറുപടി ഒന്നും പറഞ്ഞില്ല. എന്റെ ചോദ്യത്തിന് മറുപടി തന്നിട്ട് മതി മറ്റുള്ളവർക്ക് ഉത്തരം കൊടുക്കുന്നത്. അവന്റെ ശബ്ദം അവിടെയാകെ മുഴങ്ങിക്കേട്ടു. ഞാൻ എന്തിനങ്ങനെ ചെയ്യണം മോനെ? ഞാൻ ഭദ്ര പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ പവി പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൈകൾ കൊട്ടി. ആ, അതും പറഞ്ഞത് ശരിയാണല്ലോ അല്ലേ? നിങ്ങൾ എന്തിനാ അത് ചെയ്യണം? ഈ വീടും സ്വത്തുക്കളും കമ്പനിയും എല്ലാം നിങ്ങൾക്കും അവകാശപ്പെട്ടതാണല്ലോ അല്ലേ? പക്ഷേ അവൻ ഭദ്രയ്ക്ക് ചുറ്റും നടന്നുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. എന്നിട്ട് അവരുടെ മുന്നിലേക്ക് വന്നു നിന്നു. അവരുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. നിങ്ങളുടെ മകന് ഇതിലൊന്നും ഒരവകാശവും ഇല്ല. ഇനി അത് മുന്നിൽ കണ്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിൽ. ഭദ്ര ഞെട്ടി അവനെ നോക്കി. അവന്റെ മുഖത്തെ വന്യമായ ഭാവം കാണെ അവളും ചെറുതായി ഭയന്നു പോയി. പവി പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്തേക്ക് മുഖം കൊണ്ടുവന്നു. അമ്മയെയും മകനെയും ഞാൻ നന്നായി തന്നെ കാണേണ്ടി വരും. എന്നോടും എന്റെ കുടുംബത്തോടും ചെയ്തതിന് എണ്ണി എണ്ണി പകരം ചോദിക്കും. എന്നിട്ടും പറഞ്ഞില്ലെങ്കിൽ. ഭദ്രയ്ക്ക് മാത്രം കേൾക്കാൻ പാകത്തിനായിരുന്നു അവന്റെ ശബ്ദം. അവന്റെ വാക്കുകൾ കേട്ട് ഭദ്രയ്ക്ക് ചെന്നിയിലൂടെ വിയർപ്പൊഴുകി തുടങ്ങിയിരുന്നു. അവൻ അത് കണ്ടതും അങ്ങോട്ട് നോക്കി, പിന്നെ അവരുടെ മുഖത്തേക്കും. ഇനിയും വിയർക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. സ്വത്തിനു വേണ്ടി ചെയ്തു കൂട്ടിയതിനെല്ലാം അമ്മയും മോനും തെളിവ് സഹിതം നിരത്താൻ തയ്യാറായിരുന്നോ? അവരെ നോക്കി അത്രയും കൽപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൻ വെട്ടിത്തിരിഞ്ഞ് തന്റെ മുറിയിലേക്ക് നടന്നു. എന്നാൽ അന്നേരം അവന്റെ വാക്കുകളിൽ നടുങ്ങിപ്പോയ തന്റെ മനസ്സിനെ എങ്ങനെ ശാന്തമാക്കണമെന്നറിയാതെ ഉയറി നിൽക്കുകയായിരുന്നു ഭദ്ര. ഭദ്രേ, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? നീ എന്ത് പ്രശ്നമാണ് കമ്പനിയിൽ ഉണ്ടാക്കിയത്?
മുത്തശ്ശൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ ഭദ്രയോട് ചോദിച്ചു. ഞാൻ അതിന് എന്ത് ചെയ്തെന്ന് അച്ഛ പറയുന്നേ? നമുക്ക് ദോഷം വരുന്നത് ഞാൻ എന്തിനാ? അവൾ അച്ഛനെ നോക്കി പറഞ്ഞു നിർത്തി. പിന്നെ പവിമോൻ പറഞ്ഞിട്ട് പോയതെന്താ? നിനക്ക് ഇതിലൊരു പങ്കുമില്ലേ? ആയുഷിന്റെ അച്ഛൻ ഇടയിൽ കയറി ചോദിച്ചു. ആ ചോദ്യം ഭദ്ര കേട്ടതായി ഭാവിച്ചില്ല. ഒപ്പം അവളുടെ മുഖത്ത് ഒരു പുച്ഛഭാവവും ഉണ്ടായിരുന്നു. ചോദിച്ചത് കേട്ടില്ല നീ? ഭദ്രയിൽ നിന്നും ഒരു മറുപടിയും വരുന്നില്ലെന്ന് കണ്ട് മുത്തശ്ശൻ അവളെ നോക്കി ചോദിച്ചു. എനിക്ക് ചേട്ടനോട് ഉത്തരം പറയേണ്ട കാര്യമില്ല. അവൾ അവരിൽ നിന്നും മുഖം തിരിച്ചു കളഞ്ഞു. എന്തുകൊണ്ട്? അത് നിന്റെ ജ്യേഷ്ഠനാണ്, അത് മറക്കരുത്. ആരാണെങ്കിലും എന്നെ ഭരിക്കാൻ വരണ്ട. അവരെക്കാൾ എന്തുകൊണ്ടും ഈ വീട്ടിൽ സ്ഥാനവും അധികാരവും എനിക്കാണെന്ന് ആരും മറക്കുകയും വേണ്ട. അവൾ പുച്ഛത്തോടെ തന്നെ പറഞ്ഞു നിർത്തി. ഭദ്രേ! അപ്പോൾ തന്നെ മുത്തശ്ശന്റെ ശാസനയോടെയുള്ള വിളി അവളുടെ നേർക്ക് എത്തിയിരുന്നു. എന്താച്ചാ? അച്ഛൻ മറന്നുപോയോ? ചേട്ടനെക്കാളും അധികാരവും നിലയും വിലയും എനിക്കാ ഈ വീട്ടിലുണ്ടാകേണ്ടത്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതും ഇത് തന്നെയല്ലേ? അവൾ തന്റെ അച്ഛനെ നോക്കി ചീറി. എല്ലാവരും അവളെ വെറുപ്പോടെ നോക്കി നിൽക്കുകയായിരുന്നു. സ്വത്തുക്കളുടെ പേരിൽ ബന്ധങ്ങൾ അറുത്തു മുറിക്കരുത് മോളെ, മുത്തശ്ശൻ അലിവോടെ അവളോട് പറഞ്ഞു. പക്ഷേ എനിക്കെന്റെ മകനല്ലാതെ മറ്റാരുമില്ല അച്ഛാ. അവനെ എനിക്കുള്ളൂ. അവനു വേണ്ടി ഈ ഭദ്ര എന്തും ചെയ്യും, എന്തും. അവൾ അച്ഛന്റെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞു നിർത്തി. പിന്നെ സ്നേഹബന്ധങ്ങൾ. എന്നെ ഇവിടെ ആരാ സ്നേഹിച്ചിട്ടുള്ളത്? ആരെന്റെ ഇഷ്ടങ്ങൾക്ക് കൂടെ നിന്നിട്ടുള്ളത്? കൂടെ നിന്നിട്ടുണ്ട് എന്നെ ദ്രോഹിക്കാൻ. അവൾ കൃഷ്ണനെ ദേഷ്യത്തോടെ നോക്കി. പക്ഷേ കൃഷ്ണന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. മോളെ! വേണ്ടച്ചാ, എനിക്കോ ഒന്നും കിട്ടിയില്ല. പക്ഷേ എന്റെ മകന്റെ ജീവിതം ഒന്നുമില്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് കിട്ടാതെ പോയ പലതും അവന് ഞാൻ നേടിക്കൊടുക്കും. അത് എന്ത് നഷ്ടപ്പെടുത്തിയിട്ടാണെങ്കിലും എനിക്ക് അവന്റെ സന്തോഷം മാത്രമാണ് വലുത്. അവളുടെ മുഖം അവരോടുള്ള വെറുപ്പ് നിറഞ്ഞിരുന്നു. ആയുഷിന് ഇതൊക്കെ തന്നെ നടക്കൂ എന്ന് അറിയാവുന്നത് കൊണ്ട് അവൻ അവിടെ നിന്നും നടന്നു നീങ്ങി. ഭദ്ര അവരെല്ലാവരെയും ഒന്ന് നോക്കി വെട്ടിത്തിരിഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയി. കൃഷ്ണൻ അച്ഛനെ ഒന്ന് നോക്കി. തകർന്ന മനസ്സുമായി കസരയിലേക്ക് ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ചെയ്തു പോയൊരു തെറ്റിന് ഇന്ന് അദ്ദേഹം ഒത്തിരി വേദനിക്കുന്നു. കൃഷ്ണൻ പതിയെ അച്ഛന്റെ അരികിലേക്ക് നടന്നു. അദ്ദേഹത്തിന്റെ തോളിൽ കൈ ചേർത്ത് വെക്കുമ്പോൾ അദ്ദേഹം അവനെ ഒന്ന് നോക്കി. എല്ലാം എന്റെ തെറ്റാ മോനെ. നിങ്ങളൊക്കെ പറയുന്നത് അന്നേ കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇതൊന്നും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നോ? അദ്ദേഹം നിറഞ്ഞൊഴുകുന്ന തന്റെ കണ്ണുകൾ തുടച്ചു മാറ്റിക്കൊണ്ട് തന്റെ മകനോട് പറഞ്ഞു. അച്ഛാ, ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നടക്കേണ്ടതെല്ലാം നടന്നു കഴിഞ്ഞു. ഇനിയുള്ള കാര്യങ്ങൾ നോക്ക്. എല്ലാം നല്ലതിനു വേണ്ടി മാത്രാണെന്ന് നമുക്ക് കൂടി തോന്നുന്നു അച്ഛാ. കൃഷ്ണൻ അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നടന്നു നീങ്ങി. പത്മിനി തന്റെ ഭർത്താവിനെ ഒന്ന് നോക്കി. പിന്നെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നിരുന്നു. ഞാൻ മകളെ വളർത്തുന്നതിൽ അപ്പാടെ പരാജയപ്പെട്ടു പോയി അല്ലേടോ? അദ്ദേഹം നിർവികാരനായി തന്റെ ഭാര്യയെ നോക്കി ചോദിച്ചു. അവളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും എല്ലാവരും എതിർത്തിട്ട് പോലും ഒപ്പമേ നിന്നിട്ടുള്ളൂ. എന്നിട്ടും അവൾക്ക് ഞാൻ നല്ലൊരു അച്ഛനാകാൻ സാധിച്ചില്ല. പൊന്നുപോലെ വളർത്തിയുണ്ടാക്കിയ മോള് പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? അവളെ ആരും സ്നേഹിച്ചിട്ടില്ലെന്ന്, അവളെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ എന്ന്. എന്നും അവളുടെ ഇഷ്ടങ്ങൾക്കല്ലേ ഞാൻ മുൻതൂക്കം കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടും അവൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നെഞ്ചു പിടയാ പത്മിനി. അദ്ദേഹം പിടയുന്ന വാക്കുകളോടെ പറഞ്ഞു നിർത്തുമ്പോൾ പത്മിനി അദ്ദേഹത്തിന്റെ തോളിൽ കൈകൾ ചേർത്തു. അവർക്ക് ഒന്നും പറയാനില്ലായിരുന്നു. പറഞ്ഞതെല്ലാം നടത്തിക്കൊടുത്തിട്ട് ഇപ്പോ അനുഭവിക്കുന്നവരെല്ലാവരുമാണല്ലോ എന്നായിരുന്നു അവരുടെ മനസ്സിലെ ദുഃഖം. തുടരും.